മൈഗ്രേഷൻസ് വർക്കറിൻ്റെ വെബ്സൈറ്റ് എടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. റൈറ്റ് സൈഡിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് യു ഹാവ് ടു ക്ലിക്ക് യു വോണ്ട് ടു അപ്ലൈയിൽ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓർ സെക്കൻഡ് സൈക്കിൾ സ്റ്റഡീസ് എടുത്താൽ ഈ ഒരു പേജ്, ഈ ഒരു ഇൻ്റർഫേസ് ആണ് കഴിഞ്ഞ വർഷത്തേക്കാളും മാറ്റം വന്നിട്ടുള്ളത്. അപ്ലൈയിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വന്നാൽ ടു ദ ഇ സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കൊടുത്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് എത്തും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ക്വസ്റ്റൻ ഉള്ളത്. ഡു യു വോണ്ട് ടു അപ്ലൈ ഫോർ എ ഫസ്റ്റ് പെർമിറ്റ് ഫോർ സ്റ്റഡീസ്? അപ്പോൾ എന്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതിനകത്ത് അപ്ലിക്കന്റിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. സർനെയിം ചോദിക്കുന്നുണ്ട്, അതൊക്കെ കറക്റ്റ് എങ്ങനെയാണോ പാസ്പോർട്ടിലുള്ളത് അതുപോലെ തന്നെ കൊടുക്കുക. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ്, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, അങ്ങനെ എല്ലാം ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും അതർ സിറ്റിസൺഷിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മെൻഷൻ ചെയ്യണം. അപ്പം എൻ്റെ കേസിലില്ല, അതുകൊണ്ട് ഞാൻ അവിടെ കൊടുത്തിട്ടില്ല. പിന്നെ സ്വീഡിഷ് പേഴ്സണൽ ഐഡന്റിറ്റി നമ്പർ ചോദിക്കുന്നുണ്ട്, അതൊന്നും കൊടുക്കണ്ട. അപ്പൊ നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻ എന്താണോ അതൊക്കെ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിൽ നമ്മളെ കോൺടാക്ട് ഇൻഫർമേഷൻ ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അഡ്രസ് കൊടുക്കാം, പോസ്റ്റൽ കോഡ് ഓപ്ഷണൽ ആണ്, സിറ്റി, ടൗൺ, ഡിസ്ട്രിക്ട് കൊടുക്കാം, കൺട്രി, ടെലിഫോൺ നമ്പറും ഓപ്ഷണൽ ആണ്. ഇമെയിൽ എൻ്റെ ഓൾറെഡി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത പേജ് എന്ന് പറയുന്നത് ട്രാവൽ ഡോക്യുമെന്റ് ആണ്. സോ നമ്മുടെ കയ്യിൽ ഒരു വാലിഡ് പാസ്പോർട്ട് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്, യെസ് കൊടുക്കണം. ആൻഡ് നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ട്രാവൽ ഡോക്യുമെന്റിനെ പറ്റി തന്നെയാണ്. നമ്മുടെ ടൈപ്പ് ഓഫ് ട്രാവൽ ഡോക്യുമെന്റ് ആണ് ചോദിക്കുന്നത്. അത് നാഷണൽ പാസ്പോർട്ട് ആണ് ഇന്ത്യൻസിന്. സോ നമുക്ക് അത് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യാം. പിന്നെ ഇതിനകത്ത് പാസ്പോർട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്, വിച്ച് കൺട്രി ഇഷ്യൂഡ് ദ പാസ്പോർട്ട് ചോദിക്കുന്നുണ്ട്, വെൻ വാസ് ദ പാസ്പോർട്ട് ഇഷ്യൂഡ്, അതൊക്കെ നമ്മുടെ പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജിൽ ഉണ്ടാവും. പാസ്പോർട്ടിന്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം. നെക്സ്റ്റ് പേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്വീഡിഷ് എംബസി, നമുക്ക് എവിടെയാണോ ബയോമെട്രിക്സിന് പോകേണ്ടത് അത് ചൂസ് ചെയ്യണം. അങ്ങനെ എവിടെയാണെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സിറ്റിസൺഷിപ്പ് ഉള്ള കൺട്രിയിലുള്ളതായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ഇന്ത്യൻസിന് ന്യൂഡൽഹി ആണ് വരിക. സോ നമുക്ക് ഇങ്ങനെ താഴേക്ക് പോയാൽ കണ്ടോ, ഇന്ത്യ ന്യൂഡൽഹി എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾ വേറൊരു രാജ്യത്താണ് ഇപ്പോൾ താമസിക്കണമെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് ഒരു ആപ്പി കാർഡ് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രാജ്യത്തിന്റെ എംബസിയും ചൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് പേജിലേക്ക് പോയാൽ ഹാവ് യു പ്രീവിയസ്ലി അപ്ലൈഡ് ഫോർ പെർമിഷൻ ടു വിസിറ്റ് ഓർ സ്റ്റേ ഇൻ സ്വീഡൻ? നോ ആയിരിക്കും. നമ്മുടെ കേസിൽ നോ ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. സോ യു ഹാവ് എ വാലിഡ് റെസിഡൻസ് പെർമിറ്റ് ഇൻ കൺട്രി അതർ ദാൻ യുവർ ഹോം കൺട്രി. എന്റെ കേസിൽ നോ ആണ്. ഹാവ് യു വിസിറ്റഡ് എനി അതർ കൺട്രി ഇൻ ഷെങ്കൻ ഏരിയ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ആർ യു ഇൻ സ്വീഡൻ ചോദിക്കുന്നുണ്ട്, അത് നോ ആയിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പേജിൽ എൻ്റർ ദ പീരീഡ് ദാറ്റ് യു വോണ്ട് ടു അപ്ലൈ ഫോർ എ റെസിഡൻസ് പെർമിറ്റ് ഫോർ സ്റ്റഡീസ് എന്നാണ് ചോദിക്കുന്നത്. സോ എപ്പോഴും സ്വീഡനിലുള്ള യൂണിവേഴ്സിറ്റീസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് 15 ഒക്കെയാണ് ഉണ്ടാവാറ്. അപ്പം നിങ്ങൾക്ക് 15 കൊടുത്താലും എന്ന് വെച്ചാൽ ഓഗസ്റ്റ് 15 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുത്താലും അധികവും ഓഗസ്റ്റ് 1 മുതലുള്ള റെസിഡൻസ് പെർമിറ്റ് കിട്ടും. നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ ഐ എം അപ്ലൈയിങ് ആസ് നിങ്ങളെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് വരിക. യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജ്, അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെ മാസ്റ്റേഴ്സ് ലെവൽ എന്ന് വെച്ചാൽ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണ് വരിക. ടൈപ്പ് ഓഫ് സ്റ്റഡീസ് ആണ്, അത് യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ഓർ കോഴ്സസ് ആണ്. നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണെന്നുള്ളതാണ്. അതിവിടെ ആഡ് കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റൻസ് വരും. അത് ആൻസർ ചെയ്യും. സിമ്പിൾ ആണ്. ആർ യു അഡ്മിറ്റഡ് ടു ഡിസ്റ്റൻസ് ലേണിംഗ്? നോ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസ്. ഹാവ് യു പെയ്ഡ് ദ ട്യൂഷൻ ഫീസ് എന്ന് ചോദിക്കുന്നുണ്ട്, യെസ് കൊടുക്കുക. നിങ്ങൾ ട്യൂഷൻ ഫീസ് അടച്ചിട്ടുണ്ടാവണം. ഹൗ മെനി ഹയർ എഡ്യൂക്കേഷൻ ക്രെഡിറ്റ്സ് ഈസ് യു കോഴ്സ് ഓർ പ്രോഗ്രാം എന്ന് ചോദിക്കുന്നുണ്ട്. 2 ഇയർ കോഴ്സ് എപ്പോഴും 120 ക്രെഡിറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അപ്പോൾ 1 ഇയർ ആണെങ്കിൽ 60 ക്രെഡിറ്റ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എടുത്തിട്ടുള്ള കോഴ്സിന്റെ പേര് കൊടുക്കാം, നിങ്ങളെ യൂണിവേഴ്സിറ്റി ഇവിടെ കൊടുക്കാം. അപ്പോൾ എന്റെ കേസിൽ ലുണ്ട് യൂണിവേഴ്സിറ്റി ആണ്, ഞാൻ ലുണ്ട് യൂണിവേഴ്സിറ്റി കൊടുത്തു. ആക്സെപ്റ്റൻസ് ലെറ്റർ എന്ന് വെച്ചാൽ അഡ്മിറ്റഡ് NSR ഇവിടെ കൊടുക്കണം കേട്ടോ. ഞാൻ നോക്കട്ടെ നെക്സ്റ്റ് അടിച്ചാൽ പോകുമെന്ന്. യെസ്, ഇപ്പൊ പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അപ്ലിക്കന്റിന്റെ പോസ്റ്റൽ കോഡ് അതൊക്കെ ഇവിടെ വന്നു. നമ്മൾ എഡ്യൂക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള സ്ഥലമൊക്കെ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നെക്സ്റ്റ് പേജിൽ നമുക്ക് ആഡ് ചെയ്യാം. വേറെ ഏതെങ്കിലും കോഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എന്റെ കേസിൽ അതൊന്നുമില്ല. നിങ്ങളുടെ കേസിൽ മിക്കവാറും ഉണ്ടാവില്ല, കാരണം നമ്മൾക്ക് ഒരു കോഴ്സിനല്ലേ വരുന്നത്. നിങ്ങൾ എന്തിനാണ് ഈ കോഴ്സ് എടുത്തതെന്നുള്ള മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് എഴുതാം. എന്തെങ്കിലും ഓക്യുപ്പേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ആഡ് ഇൻഫർമേഷൻ അബൌട്ട് യുവർ പ്രീവിയസ് എഡ്യൂക്കേഷൻ ചോദിക്കുന്നുണ്ട്, അത് ആഡ് ചെയ്യാം. കുസാറ്റ് കൊടുക്കുകയാണ്, എഞ്ചിനീയറിംഗ് കൊടുക്കുകയാണ്. ഓക്കെ, അതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, അത് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ കൊടുക്കാം. എന്റെ കേസിൽ ഉണ്ടായിരുന്നില്ല, അപ്പൊ അത് കൊടുക്കാം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇവിടെയാണ് കാണിക്കേണ്ടത്. ഇതെനിക്ക് തോന്നുന്നു ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, യെസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെക്കണം. നമ്മൾ ഓൺ ബാങ്ക് അസെറ്റ്സ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ഉണ്ടോ, സ്പോൺസർ ഉണ്ടോ, സ്റ്റുഡന്റ് ഗ്രാന്റ് ഉണ്ടോ, എന്താണെങ്കിലും അതൊക്കെ അതിനനുസരിച്ച് കൊടുക്കുക. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെങ്കിലും അതിവിടെ ടൈപ്പ് ചെയ്യാം. സോ എന്നിട്ട് അത് ഞാൻ SCK ലാണ് ഇപ്പൊ കൊടുക്കുന്നത്. അത്രയും പൈസയാണ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് എത്ര കാലത്തേക്കുള്ള ഫണ്ടാണ് നിങ്ങൾ വെച്ചത് അതിനനുസരിച്ച് അത് മാറ്റം വരും കേട്ടോ. പിന്നെ ബാങ്കിൽ നിന്ന്, നമ്മളെ ബാങ്കിൽ നിന്ന്, നാട്ടിലെ ബാങ്കിൽ നിന്ന് അത്രയും പൈസ അതിനകത്ത് ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് അവർ തരും. ഓക്കെ, ബാങ്ക് അസെറ്റ് അതൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ്, വിൽ ദ ഓർഗനൈസർ ഓഫ് യുവർ എഡ്യൂക്കേഷൻ ഓർ ആൻ ഓർഗനൈസേഷൻ വർക്കിംഗ് ഫോർ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ബി റെസ്പോൺസിബിൾ ഫോർ ദ കോസ്റ്റ് ഓഫ് യുവർ ഫുഡ് ഡ്യൂറിംഗ് യുവർ സ്റ്റേ ഇൻ സ്വീഡൻ? നോ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ നോ ആണ്. ഇതും സെയിം ക്വസ്റ്റൻ തന്നെയാണ്, നോ. നിങ്ങൾക്ക് സ്പൗസ് ഉണ്ടെങ്കിൽ ഇവിടെ യെസ് കൊടുത്താൽ അതിനനുസരിച്ച് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാം. ഇപ്പം നോ ആണെങ്കിൽ നോ കൊടുക്കാം. നോ. ഓക്കെ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഇവിടെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് പേജിൽ എത്തിയാൽ നിങ്ങൾക്ക് ഓക്കെ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. എന്തെങ്കിലും കാര്യം എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്റെ പേരിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇങ്ങനെ നോക്കാം. ഈ ഒരു പാസ്പോർട്ടിന്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ റെഡ് കാണിക്കുന്നത്. ഈ റെഡും കൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം
അറ്റാച്ച് ചെയ്യാം. ഇതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ വിസ ഫീ അടയ്ക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 1500 SEK. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ഇമെയിൽ വരും. ആൻഡ് ദെൻ അവർ നിങ്ങളെ വിസ പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഇമെയിൽ ത്രൂ കോൺടാക്ട് ചെയ്യും. എപ്പോഴും ഇമെയിലിൽ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം.